ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാൻ ഇന്നാണെങ്കിൽ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. ഇവിടുത്തെ വീടാണ്. ആകെ 2 റൂമാണുള്ളത്. ഒരു കൊച്ച് ഇതുണ്ട് മൈലാഞ്ചിയുടെ കളർ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് തന്നെ നല്ല കളറായി. ഇവിടെ മൈലാഞ്ചി നിൽപ്പുണ്ട്. അപ്പം എൻ്റെ മുടിക്ക് കുറച്ച് കളർ കൊടുക്കണമല്ലോ. ഈ മുടിയൊക്കെ നരച്ച മുടി അവിടങ്ങളിൽ വന്നു തുടങ്ങിയായിരുന്നു. അപ്പം അതൊക്കെ മാറാൻ വേണ്ടി ഞാൻ നാച്ചുറലായിട്ടുള്ള മൈലാഞ്ചി ഉണങ്ങി പൊടിച്ച ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് തന്നെ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ചെയ്യാൻ വേണ്ടി എൻ്റെ മുടിയിൽ കുറച്ച് ഗ്ലേസിങ്ങും ആവും. മുടിക്ക് ഒരു നല്ലൊരു ഇത് കിട്ടുമല്ലോ, ഗ്ലോ കിട്ടും. അതുപോലെ മുടി തിക്നെസ്സായിട്ട് വളരാൻ സഹായിക്കും. മുടിയുടെ ഹെയർ ഗ്രോത്ത് കൂടുതലാവും. അതിനൊക്കെ വേണ്ടി നല്ല ഇതുപോലെ മൈലാഞ്ചിയുടെ ഇതൊക്കെ ഇട്ടാണ് കളർ ചെയ്തത്. അപ്പം നമുക്ക് അത് മതി. അല്ലാണ്ട് ഈ കളറിങ് ചെയ്യുമ്പോൾ മുടിയുടെ ഗ്രോത്ത് നശിക്കുകയും മുടിയുടെ ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാകുകയും ബലം കുറവ് വരികയും ഒക്കെ ചെയ്യും. മുടിക്കൊരു നാച്ചുറലായിട്ടുള്ള ആ ഒരു ബ്യൂട്ടി പോയി കിട്ടും. അപ്പം നമ്മുടെ മുടി പിന്നെയും അത് ഗ്രോത്ത് വളരാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. അപ്പം ഞാനതുകൊണ്ട് മൈലാഞ്ചിയും നല്ല കാപ്പിപ്പൊടിയും ഒക്കെ ഇട്ട് ഇന്നലെ തന്നെ അത് അരച്ച് നല്ല ഇതാക്കി എടുത്ത് വെച്ചിരുന്നു. എന്നിട്ട് അതിലൊരിച്ചിരി ഉലുവയും കൂടി ഇട്ട് അരയ്ക്കുകയാണെങ്കിൽ മുടി ഒന്നിൽ തൊടാതെ കിടക്കും. നല്ല ചീകിയതുപോലത്തെ ഷൈനിങ് കിട്ടും. മുടി നല്ല ഭംഗിയാവും. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നല്ല ഗ്രോത്തായിട്ട് വളർന്നു വരും. ഇപ്പം നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന എല്ലാ പൊടിയൊന്നും മൈലാഞ്ചി പൊടിയല്ല. അതിനകത്ത് ആവശ്യമില്ലാത്ത ഇലയും കാട്ടിലയൊക്കെ ഇട്ടൊക്കെ ആയിരിക്കും പൊടിച്ച് ഉണക്കി നമുക്ക് കിട്ടുന്നത്. അതിന് ഭേദം നമുക്ക് മൈലാഞ്ചി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇത് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ നട്ട് പിടിപ്പിച്ച് എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മളതിനെ കിട്ടുന്നിടത്തു നിന്ന് എടുക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതൊക്കെയാണ്. അപ്പം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെന്നും നിലനിൽക്കും. അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. ഇന്ന് ഞാൻ നല്ല ഇതൊക്കെ ചെയ്ത് മുടിയൊക്കെ ഇങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി പൊടിയും പടലൊക്കെ ഉണ്ട്. അതൊക്കെ ഉണങ്ങിക്കഴിയുമ്പോൾ അതങ്ങ് പാറിപ്പോക്കുള്ളൂ. അപ്പം ഓക്കെ, ബായ്. എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബായ്. നിങ്ങൾക്ക് പിന്നെ മൈലാഞ്ചിയുടെ ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ തരാം കേട്ടോ. ബൈ.